ഈ ഓരോ ഗസലിനും അതിൻ്റേതായ ഒരു ചരിത്രം ഉണ്ടാവും. ഓരോ ചരിത്രം ഉണ്ടാവും. ഇപ്പം പ്യാർ ക പെഹല ഖത്ത് ലിഖ്നെ में वक्त तो लगता है नए परिंदों को उड़ने में वक्त तो लगता है. എന്താ പറയണമെന്ന് വെച്ചാൽ, നമ്മൾ ഒരാളോട് നമുക്ക് ഒരു പ്രണയം തോന്നി, ആ പ്രണയനിയെ തൻ്റെ പ്രണയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പഴയ കാലത്തെ ഒരു പരിപാടിയാണ് കത്തെഴുതുക, പ്രേമലേഖനം എഴുതുക. ആദ്യത്തെ പ്രേമലേഖനം എഴുതുക എന്നുള്ളത് ഒരുപാട് പ്രശ്നമുള്ള കേസാണ്. അങ്ങനെ ഒരു പ്രണയലേഖനം എഴുതണമെങ്കിൽ നമ്മളൊക്കെ ചിലപ്പോൾ കടലാസ് എടുത്ത് പെന്നുമായിട്ടിരിക്കും, എഴുതിയാൽ ശരിയാവില്ല. ചിലപ്പോൾ നേരം വെളുക്കുന്നത് നമ്മളറിയില്ല. കുറേ എന്നാലും നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ട് നമ്മൾ പറയാൻ പോകുന്ന ആ വരികൾ നമുക്ക് എങ്ങനെ എഴുതിയാലും ക്ലിയർ ആവില്ല എന്ന് അപ്പോൾ പറയാണ്, നയേ പരിന്ദോ കോ ഉഠ്നെ മേ വക്ത് തോ ലഗ്താ ഹേ. ഒരു പുതിയ പറന്ന് വീണ പക്ഷിക്കുട്ടി, ആ പക്ഷിക്കുഞ്ഞ് പറക്കാൻ ശ്രമിക്കുന്ന പോലെയെന്നാ. എത്ര ചിറകുണ്ടാവും, പക്ഷെ ചിറകടിച്ചിട്ട് കാര്യമില്ല, അതിന്മേൽ തൂവലില്ല. ആ തൂവൽ വെക്കുന്നത് വരെ ഇട്ട് ചിറകടിച്ചുകൊണ്ടേയിരിക്കും. ഇതുപോലെയാണ് ആദ്യ വരികൾ എഴുതാൻ എന്നാണ് പറയുന്നത്. പ്രേമലേഖനത്തിൻ്റെ ആദ്യ വരികൾ എഴുതാൻ. ഇത് നമുക്ക് ഇങ്ങനെ പാടിയാലേ പറ്റുള്ളൂ. അതായത് പ്യാർക്ക് പഹല ടട്ട എന്ന് പറഞ്ഞാൽ അത് കിട്ടൂല. ആ സാധനം വേറെയാണ്. അതിങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ആൾക്കാർ മനസ്സിലാകുക.